So hey guys, welcome back to my channel. In this video, I will Android side and iPhone side two mahan phones comparison. This video is OnePlus 9 Pro versus iPhone 12 Pro Max. Now, you can pairing iPhones or OnePlus phones Pro and Pro Max. Now, you recently launched a phone OnePlus 9 Pro. This iPhone compete this video. This is just an opinion video plus review video. This is actual comparison. But അതും നിങ്ങളൊന്ന് ഓർത്തേക്കണം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം വെച്ചാൽ ഇനിയും ഇതുപോലെ തന്നെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ബെൽ ഐക്കണും കൂടെ ഞെക്കുക. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങളുടെ ഫോണിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുകൊണ്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ പിന്നെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കണും കൂടെ ഞെക്കുക. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഒരു ഫോൺസും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. ഇപ്പോൾ നിങ്ങൾ ഐഫോൺ നോക്കിയാലും വൺ പ്ലസ് നോക്കിയാലും ഒരു സ്മാർട്ട് ഫോൺസും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. ഇപ്പോൾ വേറെ സ്മാർട്ട് ഫോണിനകത്ത് ചില കാര്യങ്ങളുണ്ടായിരിക്കും, പക്ഷേ ഐഫോണിനകത്ത് ഇല്ലായിരിക്കും. ഇപ്പോൾ ഐഫോണിനകത്തുള്ള ചില കാര്യങ്ങൾ ആൻഡ്രോയിഡ് ഫോൺസിനകത്ത് ഇല്ലായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം വേരി ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോണാണ് വേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഏത് ഫോണാണ് നല്ലത് ഈ പ്രൈസ് റേഞ്ചിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അതെല്ലാം പറഞ്ഞുതരാം. ഞാൻ ഈ വീഡിയോക്കകത്ത് രണ്ട് സ്മാർട്ട് ഫോണിൻ്റെ നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്, മോശമായ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തോണം. ഞാൻ വൺ പ്ലസ് ഫാനോ ഐഫോൺ ഫാനോ ഒന്നുമല്ല. എനിക്ക് രണ്ട് സ്മാർട്ട് ഫോൺസും ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ്സ് ആണ് രണ്ട് സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ഓർത്തോണം. ഈ ചെറിയൊരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്മാർട്ട് ഫോൺസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കാം. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൺ പ്ലസിനകത്തും ഐഫോണിനകത്തും നിങ്ങൾക്ക് ഗ്ലാസ് ബാക്ക് കിട്ടുന്നുണ്ട്. നല്ല പ്രീമിയം ഫിനിഷും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്രാവശ്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വൺ പ്ലസ് 8 സീരീസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് മാറ്റ് ഫിനിഷ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വൺ പ്ലസ് 9 സീരീസിനകത്ത് ഒരു ഗ്ലോസി ഫിനിഷ് കൊണ്ടുവന്നു. ഇപ്പോൾ ഗ്ലോസി ഫിനിഷ് ആയിക്കഴിഞ്ഞാൽ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഫോൺ പിടിക്കുകയാണെങ്കിൽ ഫിംഗർ പ്രിന്റ്സും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കാരൊന്നും നോട്ടീസ് ചെയ്യുന്നു. കാരണം വെച്ചാൽ കേസും കാര്യങ്ങളൊക്കെ പലരും ഇടാറുണ്ട് ഫോൺസിനകത്ത്. അപ്പോൾ അതൊരു വലിയൊരു വിഷയമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഐഫോൺസിനകത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. അപ്പോൾ അതും വലിയൊരു വിഷയമൊന്നുമല്ല. നിങ്ങൾ മാക്സിമം കേസും കാര്യങ്ങളും ഇടുക. കാരണം വെച്ചാൽ എങ്ങാനും ഫോൺ വല്ലതും താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്ക് സൈഡൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്, ബാക്ക് സൈഡിലെ ഗ്ലാസ് പൊട്ടാൻ സാധ്യതയുണ്ട്. അതും നിങ്ങളൊന്ന് ഓർത്തോണം. ഐഫോൺസിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഐഫോൺ 4 ഐഫോൺ 5s നിങ്ങൾക്ക് അറിയിക്കും അതുപോലത്തെ ഡിസൈനാണ് ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോക്സി ഫിനിഷ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. അപ്പോൾ നല്ല പ്രീമിയം ഫിനിഷ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ പ്ലസ് 9 പ്രോനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ അലുമിനിയം ഫ്രെയിമാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല ഐഫോൺസ് പോലെ കിട്ടുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നല്ല പ്രീമിയം ഫിനിഷ് കിട്ടും. നിങ്ങൾക്ക് അലുമിനിയമിലും നിങ്ങൾക്ക് നല്ല പ്രീമിയം ഫിനിഷും കാര്യങ്ങളൊക്കെ കിട്ടും. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രാച്ചസും കൂടും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ അലുമിനിയത്തിൽ നിങ്ങൾക്ക് അധികം സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഫീൽ ആവാറില്ല. പക്ഷേ ഓവറോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല പ്രീമിയം ഫിനിഷും കാര്യങ്ങളൊക്കെ തരുന്നത്. പക്ഷേ കേസും കാര്യങ്ങളും കാരണം അതൊന്നും നിങ്ങൾക്ക് തോന്നാറില്ല. രണ്ട് ഫോൺസിന്റെ ബിൽഡ് ക്വാളിറ്റി നല്ലത് തന്നെയാണ്. വയർലെസ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് ബാക്ക് ആയതുകൊണ്ട്. റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വൺ പ്ലസ് 9 പ്രോ. ഐഫോൺ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് രണ്ട് സ്മാർട്ട് ഫോൺ അതും ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ വൺ പ്ലസ് 9 പ്രോ നിങ്ങൾക്ക് ടൈപ്പ് സി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഐഫോൺ 12-നകത്ത് നിങ്ങൾക്ക് ലൈറ്റ്നിങ് കേബിൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ലൈറ്റ്നിങ് കേബിൾ ലൈറ്റ്നിങ് പോർട്ട് ആ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറൊരു അഡീഷണൽ പോർട്സും ഈ രണ്ട് സ്മാർട്ട് ഫോൺ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തോണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി. സ്റ്റീരിയോ സ്പീക്കേഴ്സ് രണ്ട് സ്മാർട്ട് ഫോണും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ബിൽഡ് ആൻഡ് ഡിസൈൻ. അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഐഫോൺ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ആപ്പിളിൻ്റെ ലോഗോ ആണ്. വൺ പ്ലസ് ആണെങ്കിൽ വൺ പ്ലസിൻ്റെ ലോഗോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി. നെക്സ്റ്റ് ഐഫോൺ 12 പ്രോ മാക്സിൻ്റെ വൺ പ്ലസ് 9 പ്രോയുടെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഐഫോണിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഐഫോണിനകത്ത് നിങ്ങൾക്ക് 6.7 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഇത് HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ. പിന്നെ ഒരു കാര്യം കൂടെ നോക്കണം, ഇത് 1440p ഡിസ്പ്ലേ ഒന്നും അല്ല. ഇത് 1284p ഡിസ്പ്ലേ എങ്ങാണ്ടാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ഓർത്തോണം. ഇത് 1440pയുടെയും 1080pയുടെയും ഇടയ്ക്കുള്ള സ്ക്രീനാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ആലോചിച്ചോണം. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സ്ക്രീനേ കിട്ടുന്നുള്ളൂ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് 60 ഹെർട്സ് ഈ ഫോണിനകത്ത് മതിയാവോ ഇല്ലയോ എന്ന്. അപ്പോൾ 60 ഹെർട്സ് തന്നെ ഈ സ്മാർട്ട് ഫോണിനകത്ത് ധാരാളം തന്നെയാണ്. പക്ഷേ 90 ഹെർട്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നേ. ഇപ്പോൾ നിങ്ങൾ iOS നോക്കുകയാണെങ്കിൽ iOSന്റെ UI നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ UI തന്നെ 90 ഹെർട്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതുപോലത്തെ ഫീലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ iOS യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് 60 ഹെർട്സിലായാലും നിങ്ങൾക്ക് നല്ല ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. കാരണം വെച്ചാൽ ഇതിനകത്ത് iOS ആണുള്ളത്. ഇപ്പോൾ ആൻഡ്രോയിഡ് സൈഡ് ആണെങ്കിൽ ഗെയിം വേറെയാണ്. iOS ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനും എല്ലാം സ്വിച്ച് ചെയ്യുക, ജസ്റ്റേഴ്സ് യൂസ് ചെയ്യുക, അപ്പോൾ ഒരു കുഴപ്പമൊന്നും വരത്തില്ല. iOS തന്നെ ആ ടൈപ്പിലാണ് അവർ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പവും കാര്യങ്ങളൊന്നും ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ്. ഐഫോണിൻ്റെ ഡിസ്പ്ലേ ഇപ്പോഴും നല്ലത് തന്നെയാണ്. പീക്ക് ബ്രൈറ്റ്നസ് ആണെങ്കിൽ 1000
200 നിറ്റ്സിൻ്റെയാണ്. അപ്പം നിങ്ങൾ വെയിലത്തെ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമൊന്നും വരത്തില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓവറോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ. ഇതിനകത്ത് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടൊക്കെ ഉണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. നെക്സ്റ്റ് OnePlus 9 Proയുടെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് 6.7 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. ഇതും ഓവറോൾ നല്ല സ്ക്രീൻ തന്നെയാണ്. നിങ്ങൾക്ക് 1440p ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്. ഐഫോൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ കുറച്ചുകൂടെ നല്ലത് തന്നെയാണ്. പിന്നെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐഫോൺ HDR10 സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇത് 1200 അല്ലെ 1300 നിറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐഫോൺ ആണെങ്കിൽ 1200 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നെസ്സേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വെയിലത്തെ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ OnePlus 9 Pro ആയിരിക്കും കുറച്ചുകൂടെ ഭേദം. പിന്നെ ഈ ഫോൺ 120 Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് നോക്കുവാണെങ്കിൽ ആൻഡ്രോയിഡിൽ 60 Hz എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ല. ഇപ്പോൾ നിങ്ങൾ മിനിമം 90 Hz എങ്കിലും വേണം. പക്ഷേ ഇതിനകത്ത് 120 Hz ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഫീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഓക്സിജൻ OS കാരണം നിങ്ങൾക്ക് ഓവറോൾ നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. അപ്പോൾ ഓവറോൾ ഞാൻ പറയുന്ന OnePlus 9 Proയുടെ ഡിസ്പ്ലേ ആണ് നല്ലത്. പക്ഷേ 120 Hz ആയതുകൊണ്ട് ബാറ്ററി ഡ്രെയിനിൻ്റെ ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. ആ ഒരു പ്രോബ്ലമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും OnePlus 9 Proയിനകത്താണ് ഭേദം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ HDR10+ സപ്പോർട്ട് ഉണ്ട്. AMOLED ഡിസ്പ്ലേ ആണ്. ഓവറോൾ എല്ലാ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ സ്മാർട്ട് ഫോണിനകത്ത് നല്ലത് തന്നെയാണ്. പക്ഷേ ഐഫോണിൻ്റെ ഡിസ്പ്ലേ മോശമൊന്നുമല്ല. ഐഫോണിനകത്ത് നിങ്ങൾക്ക് നോച്ചാണ് കിട്ടുന്നത്. ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് പഞ്ച് ഹോൾ സ്ക്രീനാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പഞ്ച് ഹോളിനകത്ത് നിങ്ങൾക്ക് ക്യാമറ കിട്ടുന്നുണ്ട്. നോച്ചിനകത്താണ് നിങ്ങൾക്ക് iPhone 12 Pro Maxനകത്ത് ക്യാമറ കിട്ടുന്നത്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഓവറോൾ നിങ്ങൾ എന്തെങ്കിലും ഡിസ്പ്ലേക്കകത്ത് നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയോ നിങ്ങൾ മൂവീസ് കാണുകയോ ഒരു കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷേ നിങ്ങൾ മൂവീസ് കാണുകയാണെങ്കിൽ ഞാൻ പറയുന്നത് OnePlus 9 Pro ആണ് ഭേദം. നോച്ചും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് വേറെ വ്യത്യാസമല്ല ഇതിൻ്റെ ഡിസ്പ്ലേയെ പറ്റി. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A14 ചിപ്സെറ്റ് ആണ് iPhone 12 Pro Maxനകത്ത് കിട്ടുന്നത്. ഇത് 5nm ബേസ് ചിപ്സെറ്റ് ആണ്. ഇത് 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ A14 ചിപ്സെറ്റ്. OnePlus 9 Pro ആണെങ്കിൽ ഇതിനകത്ത് Snapdragon 888 ആണുള്ളത്. ഇതും 5nm ചിപ്സെറ്റ് തന്നെയാണ്. 5G കാര്യങ്ങളൊക്കെ ഈ സ്മാർട്ട് ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ sub-6 GHz ആണ് നിങ്ങൾക്ക് രണ്ട് സ്മാർട്ട് ഫോണിനകത്തും കിട്ടുന്നത്. മില്ലിമീറ്റർ വേവ് അല്ല. മില്ലിമീറ്റർ വേവ് ഒരു ഫോണിനകത്തും ഇതുവരെ ഒന്നും ലോഞ്ച് ആയിട്ടില്ല. ഫ്യൂച്ചറിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ലോഞ്ച് ആയിരിക്കും. പക്ഷേ ഇപ്രാവശ്യം 5Gക്കകത്ത് നിങ്ങൾക്ക് sub-6 GHz ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓവറോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെ പ്രോസസർ നല്ലത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യോ വീഡിയോ എഡിറ്റിംഗ് ചെയ്യോ ഒരു കുഴപ്പമൊന്നും വരത്തില്ല. പിന്നെ Adreno 660 GPU ആണ് OnePlus 9 Pro സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗെയിമിംഗ് കാര്യങ്ങളും ഒരു കുഴപ്പമൊന്നും വരത്തില്ല. ഇപ്പോൾ നിങ്ങൾ ലോങ് ടേമിന് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണ്. നിങ്ങൾ 3-4 കൊല്ലമൊക്കെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കണം. പിന്നെ നിങ്ങൾ റീസെയിൽ ചെയ്യുമായിരിക്കും ആ സ്മാർട്ട് ഫോണൊക്കെ. നിങ്ങൾ വിൽക്കുമായിരിക്കും, നിങ്ങൾ സെല് ചെയ്യുമായിരിക്കും. ആ കേസിൽ ഞാൻ പറയുന്നത് iPhone 12 Pro Max ആണ് ബെറ്റർ പിക്ക്. ഇപ്പോൾ നിങ്ങൾ 2-3 കൊല്ലം നിങ്ങളൊരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യായിരിക്കും. പിന്നെ നിങ്ങൾ വേറൊരു സ്മാർട്ട് ഫോൺ സ്വിച്ച് ചെയ്യായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിൽക്കത്തില്ലായിരിക്കും. ആ കേസിൽ ഞാൻ പറയുന്നത് OnePlus 9 Pro ആണ് ഭേദം. രണ്ട് സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് നല്ലതാണ്. പക്ഷേ A14 ചിപ്സെറ്റ് വേറെ ലെവലാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലോങ് ടേം ഗെയിമിംഗ് ചെയ്യുകയാണെങ്കിലും A14 ചിപ്സെറ്റ് ആണ് നല്ലത്. ഇപ്പോൾ നിങ്ങൾ വരാൻ പോകുന്ന കുറച്ച് കാലത്തേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ A14 ചിപ്സെറ്റ് നല്ലതാണ്. പക്ഷേ Snapdragonന്റെ 888 അധികം കാലമൊന്നും നിൽക്കാൻ പോകുന്നില്ല. 4-5 കൊല്ലം കഴിഞ്ഞൊക്കെ. ഇപ്പോൾ ലോങ് ടൈമിന് മേടിക്കുകയാണെങ്കിൽ iPhone. ഇപ്പോൾ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഫോൺ യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഞാൻ പറയുന്നത് OnePlus 9 Pro ആണ് നല്ലത്. പെർഫോമൻസ് രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് നല്ലതാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ. പക്ഷേ ഐഫോണിന്റെ വേറൊരു ഫീൽ ഉണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇപ്പോൾ നിങ്ങൾ ഐഫോൺ യൂസ് ചെയ്തില്ലെങ്കിൽ ആ ഒരു കാര്യമുള്ളായിരുന്നു എനിക്ക് പറയാൻ. ഇപ്പോൾ നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ വേണമെങ്കിൽ ഞാൻ പറയുന്നത് OnePlus 9 Pro ആയിരിക്കും പെർഫോമൻസിന്റെ കാര്യത്തിൽ ബെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ ഐഫോൺ തന്നെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് iPhone 12 Pro Max ആണ് ബെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ ഐഫോണിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് iPhone 12 Pro Maxലോട്ട് പോകും. ഇപ്പോൾ നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ OnePlus 9 Pro തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. പിന്നെ സ്റ്റോറേജ് ആൻഡ് റാം വേരിയൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 128GB 6GB ഓപ്ഷൻ നിങ്ങൾക്ക് iPhone 12 Pro Maxനകത്ത് കിട്ടുന്നുണ്ട്. 256GB 6GB റാം കിട്ടുന്നുണ്ട്. 512GB 6GB റാമിന്റെ വേരിയന്റ് iPhone 12 Pro Maxനകത്ത് കിട്ടുന്നുണ്ട്. OnePlus 9 Proനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 128GB 8GB റാമിന്റെ വേരിയന്റ് കിട്ടുന്നുണ്ട്. 256GB 12GB റാം വേരിയന്റ് കിട്ടുന്നുണ്ട്. ഈ രണ്ട് സ്റ്റോറേജ് വേരിയൻസ് നിങ്ങൾക്ക് OnePlus 9 Proനകത്ത് കിട്ടുന്നുള്ളൂ. OnePlus 9 Proനകത്ത് നിങ്ങൾക്ക് UFS 3.1 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്പ് ഓപ്പണിംഗ് ടൈംസ് ഒക്കെ വേഗമായിരിക്കും. LPDDR5X റാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ ഇതിന്റെ സ്റ്റോറേജ് സ്പീഡും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഈ രണ്ട് സ്മാർട്ട് ഫോണിനും. പെർഫോമൻസ് രണ്ട് ഫോണിനകത്തും കോംപ്രമൈസ്. ഇപ്പോൾ നിങ്ങൾ Antutu സ്കോർസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഐഫോൺസിന്റെ ആയിരിക്കും കൂടുതൽ സ്കോറും കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം വെച്ചാൽ അതാണ് പവർഫുൾ ചിപ്സെറ്റ്. ഇപ്പോഴും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുത്ത OnePlus 10 സീരീസ് വരുമ്പോഴേ എനിക്ക് തോന്നത്തുള്ളൂ iPhone 12 Pro Maxനേക്കാളും കൂടുതൽ സ്കോർസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. ആ സമയം കൊണ്ട് iPhone 13 വരെ ലോഞ്ച് ആയി കാണുമായിരിക്കും. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ആലോചിച്ചോണം പെർഫോമൻസിന്റെ കാര്യത്തിൽ. അപ്പോൾ നെക്സ്റ്റ് രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ക്യാമറാസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്മാർട്ട് ഫോണിനകത്ത് നല്ല ക്യാമറാസ് തന്നെയാണ് കിട്ടുന്നത്. ഞാൻ മെഗാ പിക്സലിലോട്ടൊന്നും കൂടുതൽ നോക്കുന്നില്ല. ഇപ്പോൾ മെഗാ പിക്സൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കൗണ്ട് ആണ്. ഇപ്പോൾ നിങ്ങൾ എത്ര ഡീറ്റെയിൽസ് ഒരു ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ആക്ച്വൽ ക്വാളിറ്റി ഒന്നും മെഗാ പിക്സൽ പറയത്തില്ല. അപ്പോൾ ഐഫോണിനകത്ത് നിങ്ങൾക്ക് 12 മെഗാ പിക്സലിന്റെ 3 ക്യാമറാസും കിട്ടുന്നുണ്ട്. ടെലിഫോട്ടോ ആയിക്കോട്ടെ, അൾട്രാ വൈഡ് ആയിക്കോട്ടെ, വൈഡ് ക്യാമറ ആയിക്കോട്ടെ, നിങ്ങൾക്ക് 12 മെഗാ പിക്സൽ തന്നെയാണ് 3 ക്യാമറാസിനകത്ത്
നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ OnePlus 9 Pro നോക്കുകയാണെങ്കിൽ 14 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്, 8 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറ കിട്ടുന്നുണ്ട്, 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ കിട്ടുന്നുണ്ട്, 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഐഫോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കളർ ഷിഫ്റ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഇല്ല. ഇപ്പോൾ നിങ്ങൾ അൾട്രാ വൈഡിൽ നിന്ന് വൈഡിലോട്ട് സ്വിച്ച് ആണെങ്കിൽ കളർ ഷിഫ്റ്റിങ്ങിൻ്റെ ഇഷ്യൂസ് വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾ OnePlus നിന്ന് അൾട്രാ വൈഡിൽ നിന്ന് നിങ്ങൾ വൈഡ് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ കളർ ഷിഫ്റ്റിങ്ങിൻ്റെ ചെറിയ ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ അൾട്രാ വൈഡിൽ നിങ്ങൾക്ക് പിങ്കിഷ് കളർ ആയിരിക്കും കിട്ടുന്നത്, പക്ഷേ നിങ്ങൾ വൈഡ് ക്യാമറയിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ഓറഞ്ച് കളർ ആ ടൈപ്പ് നിങ്ങൾക്ക് കളർ ഷിഫ്റ്റിങ്ങിൻ്റെ നിങ്ങൾക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഐഫോൺ യൂസ് ചെയ്യുന്ന ഏകദേശം ഒരേപോലത്തെ സെൻസറും കാര്യങ്ങളാണ് അവരുടെ 3 ക്യാമറാസ്, പക്ഷേ OnePlus യൂസ് ചെയ്യുന്ന വേറെ സെൻസേഴ്സ് ആണ്. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഓവറോൾ ഈ 2 സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ നല്ലത് തന്നെയാണ്. OnePlus 9 Pro ഹാസൽബ്ലേഡ് ടെക്നോളജി ആയിട്ടാണ് വരുന്നത്. ഹാസൽബ്ലേഡോട്ട് അവർ പാർട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. ലെൻസും കാര്യങ്ങളൊക്കെ ഹാസൽബ്ലേഡ് ആണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നത് ഐഫോൺസിന്റെ ക്യാമറ നല്ലതിന് OnePlusന്റെ നല്ലതാണ്, പക്ഷേ ഐഫോൺസ് ആണ് കൂടുതൽ നല്ലത് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു OnePlus 9 Pro എനിക്കൊന്ന് ഐഫോണിന്റെ അടുത്തുവരെ എത്തിയിട്ടുണ്ട് ക്യാമറാസിനകത്ത്, അതേ ഉള്ളൂ എനിക്ക് പറയാം. പക്ഷേ ഐഫോണ് തോൽപ്പിച്ചിട്ടില്ല ഇതുവരെ. OnePlusന്റെ മെയിൻ കാര്യം പെർഫോമൻസും സോഫ്റ്റ്വെയറും ചാർജിങ് ടെക്നോളജിയാണ്, ക്യാമറയല്ല. അപ്പോൾ ഇപ്രാവശ്യം ഒരു ക്യാമറ സോട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഐഫോൺ വരെയൊന്നും അവർ ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്തോണം. അൾട്രാ വൈഡ് ക്യാമറ 50 മെഗാ പിക്സലാണ്. 50 മെഗാ പിക്സലായതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും അൾട്രാ വൈഡ് ഷോട്ട്സിനകത്ത്. അതേസമയം ഐഫോൺ 12-നകത്ത് നിങ്ങൾക്ക് 12 മെഗാ പിക്സലാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അൾട്രാ വൈഡ് ക്യാമറ നിങ്ങൾക്ക് ചിലപ്പോൾ OnePlus 9 Pro-നകത്ത് ബെറ്റർ ആയിട്ട് കിട്ടും. പക്ഷേ മെയിൻ ക്യാമറ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഐഫോണിനകത്താണ് നല്ലത്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ക്യാമറാസും കാര്യങ്ങളും. 4K 60 FPS ഓപ്ഷൻ നിങ്ങൾക്ക് 2 സ്മാർട്ട് ഫോണിനകത്തും കിട്ടും. പിന്നെ 8Kയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് OnePlus 9 Pro-നകത്ത് കിട്ടുന്നുണ്ട്. OIS, EIS ഇതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഡുവൽ സ്റ്റീരിയോ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ 2 മൈക്സ് ഉണ്ട് ഈ സ്മാർട്ട് ഫോണകത്ത്. 2 മൈക്സ് ഇപ്പോൾ നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഡുവൽ മൈക്രോഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ഈ 2 സ്മാർട്ട് ഫോൺസിന്റെ ഫ്രണ്ട് ക്യാമറ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12 മെഗാ പിക്സലിന്റെ f2.2 ലെൻസ് ആണ് ഐഫോൺ 12 Pro Maxനകത്ത് കിട്ടുന്നത്. അതേസമയം 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് നിങ്ങൾക്ക് OnePlus 9 Pro-നകത്ത് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഐഫോണിന്റെ തന്നെയാണ് നല്ലത്. OnePlusന്റെ കുഴപ്പമൊന്നുമില്ല, നല്ല ക്യാമറയാണ് ഓവറോൾ ആൻഡ്രോയിഡ് സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ. പക്ഷേ ഓവറോൾ ക്വാളിറ്റി ഐഫോണിനകത്താണ് നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞത് 4K സപ്പോർട്ട് നിങ്ങൾക്ക് ഐഫോണിനകത്ത് കിട്ടുന്നുണ്ട്, പക്ഷേ 4K സപ്പോർട്ട് നിങ്ങൾക്ക് OnePlus 9 Pro-നകത്ത് കിട്ടുന്നില്ല. അവർ 8K കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ക്യാമറയിൽ അവർ തന്നായിരുന്നു, പക്ഷേ അവർ 4K പോലും അവർ ഫ്രണ്ട് ക്യാമറ തന്നിട്ടില്ല. അപ്പോൾ അതും നിങ്ങളൊന്ന് ആലോചിച്ചോണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ക്യാമറാസും കാര്യങ്ങളും. ഓവറോൾ ഫോട്ടോസും കാര്യങ്ങളും നല്ലതായിരിക്കും വരുന്നത് 2 സ്മാർട്ട് ഫോണിനകത്തും. പക്ഷേ വീഡിയോ റെക്കോർഡിംഗ് എനിക്കൊന്ന് 4K 30 FPS എങ്കിലും അവർക്ക് OnePlus 9 Pro-യുടെ ഫ്രണ്ട് ക്യാമറ തരായിരുന്നു, പക്ഷേ അവർ തന്നില്ല 8K കാര്യങ്ങളും വെച്ചോണ്ട്. ഇപ്പോൾ നിങ്ങൾ ക്യാമറാസിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് OnePlus 9 Pro-യുടെ ഹാസൽബ്ലേഡ് ടെക്നോളജിയെ പറ്റി. അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഫുൾ വീഡിയോ കാണുന്നത് ഞാൻ ഐ ബട്ടണിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളി ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ വാച്ച് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓവറോൾ ഈ 2 സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറാസ് നല്ലത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നും വരത്തില്ല. ഇപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് ആയിക്കോട്ടെ, സ്ലോ മോഷൻ, ഇപ്പോൾ നിങ്ങൾ ഫോട്ടോസ് ആയിക്കോട്ടെ, ഒരു കുഴപ്പവും വരത്തില്ല. എന്നാലും ഞാൻ പറയുന്നത് ഐഫോണാണ് നല്ലത് വീഡിയോ റെക്കോർഡിങ്ങും ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും നിങ്ങളൊന്ന് ആലോചിച്ചോണം. നെക്സ്റ്റ് 2 സ്മാർട്ട് ഫോൺസിന്റെ സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് iOS 14-ന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഐഫോൺ 12 Pro Maxനകത്ത് കിട്ടുന്നുണ്ട്. OnePlus 9 Pro-നകത്താണെങ്കിൽ ആൻഡ്രോയിഡ് 11-ന്റെ സപ്പോർട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് വന്നത്. അപ്പോൾ 2 ഫോണും ഔട്ട് ഓഫ് ദ ബോക്സ് വന്നത് iOS 14-ലും ആൻഡ്രോയിഡ് 11-ലും ആണ്. ഇപ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് iOS 18, 19 വരെ അപ്ഡേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഐഫോൺ 12 Pro Maxനകത്ത്. OnePlus 9 Pro എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 14 വരെ അപ്ഡേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ്രോയിഡ് 15 ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. ആൻഡ്രോയിഡ് 15-ന്റെ സമയത്ത് നിങ്ങൾക്ക് സെക്യൂരിറ്റി പാച്ചസും കാര്യങ്ങളും കിട്ടും, പക്ഷേ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ 3 കൊല്ലത്തെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് OnePlus 9 Pro-നകത്ത് കിട്ടും. അപ്പോൾ 4-5 കൊല്ലത്തെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഐഫോണിനകത്ത് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞത് ലോങ് ടേമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഫോൺ ആയിരിക്കും പോകുന്നത് നല്ലത്. കാരണം വെച്ചാൽ അതിനകത്ത് അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടും, പെർഫോമൻസും ഓവറോൾ നല്ലത് തന്നെയാണ്. അപ്പോൾ അത് കാരണം ലോങ് ടേമിന് ഐഫോണാണ് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് 2 കൊല്ലം 3 കൊല്ലം ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ OnePlus തന്നെയായിരിക്കും ബെറ്റർ പിക്ക്. അപ്പോൾ അതും നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു സോഫ്റ്റ്വെയറും കാര്യങ്ങളും. നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് 2 സ്മാർട്ട് ഫോണിനകത്തും കിട്ടാറുണ്ട്. അപ്പോൾ ഇത് തന്നെയുള്ളായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് 2 സ്മാർട്ട് ഫോണിന്റെ സെക്യൂരിറ്റി ആൻഡ് ബയോമെട്രിക്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് ID സപ്പോർട്ട് ഐഫോണിനകത്ത് കിട്ടുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് ഒപ്റ്റിക്കൽ സ്കാനർ നിങ്ങൾക്ക് OnePlus 9 Pro-നകത്ത് കിട്ടുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറും ഫേസ് അൺലോക്കും കിട്ടുന്നുണ്ട്. ഫേസ് അൺലോക്ക് ക്യാമറ വൈസ് ആണ്, നിങ്ങൾക്ക് എക്സ്ട്രാ സെൻസറും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഐഫോണും നല്ലതാണ്, OnePlusഉം നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത് 2 സ്മാർട്ട് ഫോണിനകത്തും SD കാർഡ് സപ്പോർട്ട് ഇല്ല. ഇപ്പോൾ നിങ്ങൾ ഐഫോണിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു സിം നിങ്ങൾക്ക് ഇടാൻ പറ്റും. നെക്സ്റ്റ് ഇ സിം ആണ്. ഇ സിം നിങ്ങൾക്ക്
രജിസ്റ്റർ ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതുപോലത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളുണ്ട്. OnePlus 9 Pro ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 സിമ്മും കാര്യങ്ങളും ഇടാൻ പറ്റും, പക്ഷേ നിങ്ങൾക്ക് SD കാർഡ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതേ ഉള്ളായിരുന്നു ഈ 2 കാര്യങ്ങളും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്, IP റേറ്റിംഗ് കിട്ടുന്നുണ്ട് ഈ 2 സ്മാർട്ട് ഫോണത്ത്. വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. റിവേഴ്സ് വയർലെസ് ചാർജിങ് നിങ്ങൾക്ക് OnePlus 9 Pro സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ചാണ്. അപ്പോൾ കോൾ ക്വാളിറ്റിയും കാര്യങ്ങളും 2 സ്മാർട്ട് ഫോണത്തും നല്ല തന്നെയാണ്. ഇതേ ഉള്ളായിരുന്നു ഇതിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോൺസ് ബാറ്ററി ബാക്കപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4500 mAh ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് OnePlus 9 Pro കിട്ടുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് iPhone 12 Pro Max നിങ്ങൾക്ക് 3600 mAh ബാറ്ററി ബാക്കപ്പ് അപ്രോക്സിമേറ്റ് കിട്ടുന്നുണ്ട്. ഓവറോൾ ഞാൻ പറയുന്നത് OnePlus 9 Pro ബാറ്ററി ബാക്കപ്പും ചാർജിങ് സ്പീഡുമാണ് നല്ലത്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന്. ഇപ്പോൾ OnePlus 9 Pro നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ്, നിങ്ങൾക്ക് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. അതും കൂടാതെ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ഐഫോണത് നിങ്ങൾക്ക് ബോക്സിൽ ചാർജറും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അത് കാരണം എനിക്ക് OnePlus ഇഷ്ടമായിട്ടുണ്ട്. കാരണം വെച്ചാൽ അവർ ചാർജറും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല OnePlus 10 സീരീസിനകത്ത് അവർ തരുമോ ഇല്ലയെന്ന്. ഇതും എനിക്കൊരു ഡൗട്ട് അടിക്കുന്നുണ്ട്, അവർ തരുമോ ഇല്ലയെന്ന്. അപ്പോൾ അതും നിങ്ങളൊന്ന് ആലോചിച്ചോണം. അപ്പോൾ ഓവറോൾ നിങ്ങൾ ചാർജിങ് സ്പീഡ് നോക്കുകയാണെങ്കിൽ 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ ബോക്സിലും തരുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് ഐഫോണിനകത്ത് ബോക്സിൽ പോലും ചാർജർ കിട്ടാറില്ല. പിന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ OnePlus 9 Pro സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ iPhone 12 Pro Max നിങ്ങൾക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ റിവേഴ്സ് വയർലെസ് ചാർജിങ് കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഐഫോൺ ആണെങ്കിൽ 30 വാട്ട് വരെ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഒന്നും പോകത്തില്ല, കാരണം എന്ന് വെച്ചാൽ ബാറ്ററി ഡാമേജും കാര്യങ്ങളും ഉണ്ട്. എനിക്കൊന്ന് ലോങ് ടേമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് OnePlus 9 Pro ആണ് ബന്ധം. പക്ഷേ നിങ്ങൾ 90 Hz 60 Hz നിങ്ങൾ OnePlus 9 Pro യൂസ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് നല്ല തന്നെയായിരിക്കും. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് കാര്യങ്ങൾ കൂടുതലായതുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ 120 Hz ആയാലും ഞാൻ പറയുന്നത് OnePlus 9 Pro ബാറ്ററി ബാക്കപ്പ് ആണ് നല്ലത് ഓവറോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതും നിങ്ങളൊന്ന് ആലോചിച്ചോണം. ബാറ്ററി ബാക്കപ്പും ടെക്നോളജിയും കാര്യത്തിൽ OnePlus 9 Pro തന്നെയാണ് ഭേദം. അപ്പോൾ ഇത് തന്നെയുള്ള ഈ വീഡിയോക്കകത്ത് ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, OnePlus 9 Pro പറ്റിയും iPhone 12 Pro Max പറ്റി. അപ്പോൾ നെക്സ്റ്റ് കൺക്ലൂഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോൺ വേണം. ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് സൈഡിൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് OnePlus 9 Pro പോകാം. അതിൽ നിങ്ങൾക്ക് നല്ല പെർഫോമൻസും ക്യാമറയും ഓവറോൾ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഇത് നിങ്ങൾ ഐഫോൺ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ ജസ്റ്റ് ട്രൈ ചെയ്യാൻ മേടിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് iPhone 12 സീരീസിൽ ഏതെങ്കിലും ഫോണോ iPhone 12 മിനിയോ iPhone 12 Pro Max നിങ്ങൾക്ക് പോകാൻ പറ്റും. അതിലും ഓവറോൾ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ നിങ്ങൾ ഐഫോൺ മേടിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും സ്റ്റോറിലോ വല്ലതും പോയിട്ട് നിങ്ങൾ അതിൻ്റെ റിവ്യൂ യൂണിറ്റോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കും, നിങ്ങൾ ഫോൺ വല്ലതും ഡിസ്പ്ലേയിലുണ്ടായിരിക്കും, അത് നിങ്ങൾ ആദ്യം യൂസ് ചെയ്യും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഐഫോണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടും ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനകത്ത് പറയാൻ പറ്റും നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന്. അപ്പോൾ അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഫോണും കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ ഇത് തന്നെയുള്ള ഈ വീഡിയോക്കകത്ത് ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.